ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം അഗൈൻ കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന ഒരു വാഹനമാണ് പുതിയ ജനറേഷൻ ഹ്യുണ്ടായി വെന്യൂ. ഇത് 2019 ആദ്യമായിട്ട് വെന്യൂ എന്ന് പറഞ്ഞ വാഹനം സപ്പോമെട്ര SUV ഹ്യുണ്ടായി ഇറക്കുന്നത്. അതിനുശേഷം പിന്നെ 2022 നമുക്ക് അത്യാവശ്യം നല്ല മേജർ ആയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടി. അതിനുശേഷം ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ മോഡൽ ഇനിയിപ്പോൾ ഈ വർഷം അവസാനമാണ് ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ലോഞ്ച് ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഏതായാലും അതിനു മുന്നേ ഈ വാഹനത്തിൻ്റെ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു റെൻഡേഡ് ഇമേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, എനിക്ക് കുറേ മെസ്സേജസും അതുപോലെ കമൻസും ഒക്കെ വന്നായിരുന്നു ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈൻ ലീക്കായി എന്ന് പറഞ്ഞ്. ഇത് ആക്ച്വലി ലീക്കല്ല, റെഡിറ്റിൽ ഒരാൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ റെൻഡർ ചെയ്ത് വിട്ടതാണ്. ഇതൊരു AI ജനറേറ്റർ ഇമേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്നാലും നമ്മൾ ഈ ടെക്സ്റ്റ് കൊടുത്ത് വെറുതെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന പോലെ ജനറേറ്റ് ചെയ്തതല്ല. കുറച്ചും കൂടെ വാഹനത്തിൻ്റെ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇമേജസും പിന്നെ ബാക്കി എങ്ങനെയൊക്കെ ഡിസൈൻ ആവും എന്നൊക്കെ വെച്ചിട്ട് റെൻഡർ ചെയ്തിരിക്കുന്ന ഒരു ഇമേജാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ട്രൂ ടു ലൈഫായിട്ട് തന്നെ ഇത് റെൻഡർ ചെയ്തിട്ടുണ്ട്. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും പുതിയ വെന്യൂവിൻ്റെ ഡിസൈൻ എന്ന് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ്സ് ആയിക്കോട്ടെ, ഓവറോൾ ലൈറ്റ്സിൻ്റെ സിൽഹോയിട്ട്, ഫ്രണ്ട് ഗ്രില്ലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ നിന്ന് വളരെ സിമിലർ ആണിത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ ഒരു കട്ടിങ് കണ്ടില്ല, അതായത് ഒരു C ഷേപ്പ് പോലെയാണ് ഇതിൻ്റെ DRLs വരുന്നത്. ടോപ്പ് പോർഷനിൽ നമുക്ക് ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് കിട്ടുന്നുണ്ട് DRLസിൻ്റെ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്ത് നമ്മുടെ മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ അറേ വരുന്നുണ്ട്. അവിടെ ആണെങ്കിലും ആ ഹെഡ് ലാമ്പിൻ്റെ 2 ലൈറ്റ്, അതായത് മുകളിലും താഴെയായിട്ട് 2 ലൈറ്റ് നിൽക്കുന്നുണ്ട് ഓരോ സൈഡിൽ. അത് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നടുവിലത്തെ ഒരു ഗ്രില്ലിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ വണ്ടി കാണാൻ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടൊരു ലുക്കാണ്. നമുക്ക് ഏകദേശം പുതിയ ക്രെറ്റയായിട്ടൊക്കെ സിമിലർ ആണ് എന്ന് പറയാം, പക്ഷെ എന്നാലും കറക്റ്റ് രണ്ടും സൈഡ് ബൈ സൈഡ് വയ്ക്കുകയാണെങ്കിൽ സെയിം വണ്ടിയാണെന്ന് പറയില്ല, അത്രയും സിമിലർ അല്ല. പിന്നെ താഴത്ത് ബമ്പറിൻ്റെ ഡിസൈൻ അതൊക്കെ ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ വെന്യൂവിൽ കാണുന്ന പോലത്തെ ഡിസൈനാണ്, ഓർ പുതിയ ജനറേഷൻ ക്രെറ്റയിൽ നമ്മൾ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് എന്ന് പറയാം. പിന്നെ ഫ്രണ്ടിലത്തെ ലോഗോയും സാധനങ്ങളൊക്കെ അവർ അതുപോലെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസൈൻ അത്യാവശ്യം കൊള്ളാം. ഇതിന് മുന്നേയും ഈ വാഹനത്തിൻ്റെ ഡിസൈൻസ്, അതായത് നമ്മുടെ ഈ വണ്ടി ലീക്കായിരിക്കുന്ന ഇമേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എൻലൈൻ മോഡലും അധികം വൈകാതെ തന്നെ ഇറങ്ങുന്നതായിരിക്കും. ബൈ ദ വേ, വണ്ടിയുടെ ഒഫീഷ്യൽ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത് November 4 ഇതിന് മുന്നേ ഇതിൻ്റെ October 24 എന്തായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. അതെന്തുകൊണ്ട് മാറിയെന്ന് എനിക്കറിയില്ല. ആദ്യം ആ ഡേറ്റാണ് പറഞ്ഞത്, പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ November 4 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മാറുമോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. ഇപ്പോഴത്തെ ഡേറ്റ് ഇതാണെന്ന് മാത്രം. ഇതിൻ്റെ എൻലൈൻ മോഡൽ November 4 തന്നെ ഇറങ്ങും എന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ എന്തായാലും എൻലൈൻ മോഡലും നമ്മുടെ നോർമൽ പുതിയ ജനറേഷൻ വണ്ടിയും സൈമൾട്ടേനിയസ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ എൻലൈൻ മോഡലാണ്. എൻലൈൻ മോഡൽ മനസ്സിലാക്കാൻ സിമ്പിളാണ്. നമുക്ക് ബാക്കിൽ 2, അതായത് ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് പൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈനിലൊക്കെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ ടെയിൽ ലാംപ്സും കാര്യങ്ങളും നമ്മളിതുവരെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. കുറച്ച് ചെറിയ സ്നീക്ക് പീക്ക് പോലെ ഇതുപോലെ നമ്മുടെ ആ ഒരു ക്യാമഫ്ലാജ് ഇല്ലാതെ ഇരിക്കുന്ന സ്ഥലം കാണാം, അത്രേ ഉള്ളൂ. ഏതായാലും ഡിസൈൻ്റെ കാര്യത്തിൽ അവർ പഴയ വെന്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് അങ്ങ് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരു സിമിലാരിറ്റിയും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എൻലൈൻ മോഡലിൽ 17 ഇഞ്ച് വീൽസും കൂടെ വന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ പൊതുവേ കുറച്ച് പേര് 17 ഇഞ്ച് വീൽസൊക്കെ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ നമ്മുടെ XUV 3XL ഉണ്ട്, 300 പണ്ട് വന്നപ്പോഴുണ്ടായിരുന്നു, അത് ഇനി പിന്നെ ഒരു എടുത്ത് കളഞ്ഞെന്ന് മാത്രം. അതല്ലാതെ നമുക്കിപ്പോൾ കൈലാക്കിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികളിൽ ഇപ്പം ഈവൻ സിറോസ് ആണെങ്കിൽ പോലും 17 ഇഞ്ച് വീൽസ് ഉണ്ട്. സോ ഇതിൻ്റെ അകത്തും അവർക്ക് കൊടുക്കാൻ പറ്റായിക്കൊന്നുമില്ല, വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് എൻലൈൻ മോഡലെങ്കിലും. നോർമൽ വണ്ടിയിൽ 16 ഇഞ്ച് കൊടുത്താലും മതി, കാരണം റൈഡൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. ഇനി അതല്ലാതെ നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വീണ്ടും നമുക്ക് മിറേഴ്സിൻ്റെ ഡിസൈനിലും വ്യത്യാസം കാണാം. ചിലപ്പോൾ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് വന്നേക്കാം. അവർ ഇത്രയും കാലത്ത് മൊത്തം കവർ ചെയ്തുകൊണ്ടാണ് വണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുമ്പം സ്വാഭാവികമായും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ. പിന്നെ ഓൾറെഡി സിറോസിലൊക്കെ നമുക്കത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഈ സെഗ്മെൻറ്റിൽ ഇപ്പം പതുക്കെ എല്ലാവരും ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പിന്നെ അതിന് പുറമെ സപ്പോമീറ്റർ വണ്ടികളുടെ ടാക്സും കൂടെ കുറഞ്ഞ സ്ഥിതിക്ക് ഈ വാഹനത്തിന് ഓൾറെഡി ഇപ്പോൾ വില കുറവാണ്. ഇനിയിപ്പോൾ ഈ പുതിയ ജനറേഷനും കൂടെ വരുമ്പോഴേക്കും ഒരു 19,000 രൂപ കൂട്ടിയാലും പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഇഷ്ടംപോലെ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇത് പുതിയ ഇമേജ് അല്ല, പഴയ ഇമേജാണ്. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഇമേജ് ലീക്കായതിനു ശേഷം ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. പുതിയൊരു വീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ UI കംപ്ലീറ്റ് മാറി. അതുപോട്ടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററെ മൊത്തം മാറി. കാരണം ഇപ്പോൾ വരുന്ന വെന്യൂവിൽ നമുക്ക് ആ ഒരു സെമി ഡിജിറ്റൽ സംഭവമാണ് കിട്ടുന്നത്. എനിക്കിപ്പോൾ സെമി ഡിജിറ്റൽ അല്ല, ആക്ച്വലി സംഭവം മൊത്തം ഡിജിറ്റലാണ്. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് ആ ഒരു ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും കുറച്ച് ബേസിക് ആണ്. ഒരുപാട് ഇപ്പോൾ കിട്ടുന്ന പോലെ, അതായത് നമ്മുടെ 10.25 ഇഞ്ചസിൻ്റെ സ്ക്രീനൊന്നും അതിൻ്റെ അകത്തില്ല. അതിന് പകരം കുറച്ച് ചെറിയ നടുവിലൊരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ 2 സൈഡിലായിട്ടും വേറെ നമ്മുടെ ഈ പഴയ വാച്ചിൻ്റെ ഒക്കെ ഡിസ്പ്ലേ കൊടുക്കുന്ന പോലെ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി
പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ല. ഇതെന്തായാലും വളരെ നല്ലതാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതല്ലാതെ നമുക്ക് പുതിയ 10.25 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ കിട്ടും. ഡെഫിനറ്റ്ലി അതൊരു അപ്ഗ്രേഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ വരുന്ന വണ്ടിക്കകത്ത് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ആകെപ്പാടെ 8 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉള്ളൂ. പിന്നെ നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ല. ഈ വണ്ടിയിൽ എന്തായാലും അതൊക്കെ ആഡ് ആവും. പാനറോമിക് സൺറൂഫും ചിലപ്പോൾ ആഡ് ആവുമായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് XV3 XVയിലും നെക്സോണിലും സിറോസിലും എല്ലാം തന്നെ പാനറോമിക് സൺറൂഫാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റായൊന്നുമില്ല. ഹ്യുണ്ടായി പിന്നെ ക്രെറ്റയിൽ പാനറോമിക് സൺറൂഫ് വിറ്റാണ് അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡൽ നന്നായിട്ട് ടേക്ക് ഓഫ് ആയത്. കാരണം ആ സമയത്ത് സെൽട്ടോസിലില്ലായിരുന്നു, വേറെ പല വണ്ടികളിലും ഇല്ലായിരുന്നു. ഇത് ഫീച്ചേഴ്സ് അല്ലാതെ തന്നെ നമുക്ക് വീണ്ടും ഡാഷ്ബോർഡ് ലേഔട്ടിലൊക്കെ നല്ല വ്യത്യാസം പറയാൻ പറ്റും. അതായത് ഓട്ടോ AC കൺട്രോൾ പാനൽ മാറും, പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ പൊസിഷൻ മാറും. പിന്നെ കുറച്ച് ഫീച്ചേഴ്സായ നമ്മുടെ ലെവൽ 2 അഡാസ് പോലത്തെ ഫീച്ചേഴ്സൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പം ലെവൽ 1 ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ലെവൽ 2 എന്തായാലും സിറോസിൽ വന്ന സ്ഥിതിക്ക് ഇതിനകത്ത് ഉറപ്പായിട്ടും വരും. അതിന് പുറമെ അവർ ഈ വണ്ടിയിൽ ഒരു കേർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫുള്ളി ഫ്ലാറ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഇന്നത്തെ വണ്ടികളിൽ കാണുന്ന പോലത്തെ ഡിസ്പ്ലേ അല്ല. സംഭവം കണക്റ്റഡ് ആണ്. അതായത് ഇൻസ്റ്റോളർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒറ്റ പാനൽ പോലെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ആ ഒരു ചെറിയ കേർഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാം. പിന്നെ ഡാഷ്ബോർഡിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് ആ ഒരു ഫ്രണ്ട് പൊസിഷനിലായിട്ട് ഇതിൻ്റെ അകത്ത് സബ് വൂഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സ്പീക്കേഴ്സും അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇപ്പോഴത്തെ വണ്ടിയിൽ 360° ക്യാമറയൊന്നും ഇല്ല. അതൊക്കെ എന്തായാലും ആഡ് ആവും. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ലീക്കായി വന്ന ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പം അധികം സമയമില്ല ലോഞ്ചിന്, 1 മാസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പതുക്കെ കൂടുതൽ ലീക്സ് ഇനിയും കാണാൻ പറ്റും. ഇപ്പം ലീക്കല്ല ഇത്, ഞാൻ പറഞ്ഞു റെൻഡേർഡ് ഇമേജ് ആണ്. പക്ഷെ എന്നാലും ഡിസൈനൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ റെൻഡർ ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയിൽ നമുക്കിപ്പോൾ നിലവിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഒന്ന് 1.2 ലിറ്റർ NA പെട്രോളാണ് ബേസിക് റേഞ്ച് മുതൽ തുടങ്ങുന്നത്. 83 PS 114 ടോർക്കുമാണ് വരുന്നത്. അത് 5 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ. പിന്നെ 1 ലിറ്റർ ടർബോ പെട്രോൾ വരുന്നുണ്ട്. അത് നമുക്ക് 6 സ്പീഡ് IMTയിൽ കിട്ടുന്നുണ്ട്. 6 സ്പീഡ് നമ്മുടെ എൻലൈൻ മോഡലാണെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ കിട്ടുന്നുണ്ട്. 7 സ്പീഡ് DCT ഓൾറെഡി ഉണ്ട്. ഡീസൽ ഇപ്പം നമുക്ക് 6 സ്പീഡ് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. VGT മോഡൽ വേരിയബിൾ ജോമെട്രി ടർബോ ചാർജറുള്ള വണ്ടി തന്നെയാണ് വരുന്നത്. 115 bhp 250 ടോർക്കൊക്കെ ഉണ്ട്. 1 ലിറ്റർ ടർബോ പെട്രോൾ ആണെങ്കിൽ 120 bhp 172 ടോർക്കാണ് വരുന്നത്. എന്തായാലും ഡീസൽ ഈ വണ്ടിയിൽ ഓട്ടോമാറ്റിക് കുറേ കാലമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ്. സോണറ്റിലുണ്ടായിരുന്നു. അത് ലോഞ്ച് ചെയ്ത സമയം 2020 മുതൽ സോണറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. പക്ഷേ വെന്യൂലില്ല. സിറോസ് വന്നപ്പം അതിൻ്റെ അകത്തും കിയ ഡീസൽ ഓട്ടോമാറ്റിക് കൊടുത്തു. പക്ഷേ വെന്യൂൽ ഇപ്പോഴും ഹ്യുണ്ടായി കൊടുത്തിട്ടില്ല. ഈ ഒരു ജനറേഷൻ അപ്ഡേറ്റിലെങ്കിലും തീർച്ചയായും അവരത് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ. ഡീസലിന് നല്ല മൈലേജും കിട്ടും, ആ ഒരു നല്ല പെപ്പി പെർഫോമൻസും കിട്ടും. പിന്നെ ലോ ആൻഡ് ടോർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലും കൂടെ വരുമ്പോഴേക്കും അഡീഷണൽ കൺവീനിയൻസും കൂടെ ആവും. 1 ലിറ്റർ ടർബോ പെട്രോൾ വരുമ്പോഴേക്കും മൈലേജ് കുറയും. പിന്നെ പവർ കിട്ടാൻ നമ്മൾ ഒരുപാട് പുഷ് ചെയ്യണം. ഡീസലിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതായത് മൊത്തത്തിൽ മെക്കാനിക്കൽ വൈസ് ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. പിന്നെ ചിലപ്പോൾ സ്ട്രക്ചറൽ റിജിഡിറ്റി, ഓവറോൾ വണ്ടിയുടെ സേഫ്റ്റി റേറ്റിംഗ് അതിൻ്റെ അകത്തൊക്കെ ഒരു കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുമായിരിക്കും. ഇതുവരെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ബോഡി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും 3 സ്റ്റാർ 4 സ്റ്റാർ ഒക്കെ മാക്സിമം കിട്ടുമല്ലോ. 4 സ്റ്റാർ കിട്ടാൻ ചാൻസ് ഇല്ല ഗ്ലോബൽ NCAP ചെയ്യുകയാണെങ്കിൽ. എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയുക. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയി ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.